നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. ഓണത്തിന് വിളമ്പാനായിട്ട് അടിപൊളി ഒരു ടേസ്റ്റിലായിട്ടുള്ള കൂട്ടുകറി. 5 തരം പച്ചക്കറി വെച്ചിട്ടാണ് ഈ കൂട്ടുകറി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, കൊല്ലമുളക് ഒരു 5-6 പിന്നെ കറിവേപ്പില. ഇതെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പച്ചക്കറി 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്തത് വെള്ളരിക്കയാണ് കേട്ടോ, അതൊരു 100 ഗ്രാമാണ്. പിന്നെ പടവലങ്ങ, മത്തങ്ങ, ചേന, ഒരു ക്യാരറ്റ്, ഇത്രയാണ് കേട്ടോ ഞാൻ പച്ചക്കറി ആയിട്ട് എടുത്തിരിക്കുന്നത് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കായംപൊടിയാണ് കേട്ടോ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര, അല്പം വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കി. നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്കിത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചൂടാറിയ സ്പൈസസ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാ ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് കടലയാണ് കേട്ടോ. അത് ഞാൻ ഒരു 1/4 കപ്പ് കടല വേവിച്ച് വെച്ചതാണ് കേട്ടോ, അത് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ്, അതും ഒരു 1/4 കപ്പാണ്, അത് ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് വേകട്ടെ. അപ്പോഴേക്ക് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് കൊല്ലമുളക്, ഉണ്ടമുളകാണ് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് നാളികേരം ചിരകിയത് അതുകൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൂട്ടിലേക്ക്. എന്നിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂട്ടുണ്ടല്ലോ, അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടുകറിക്ക്. ആ സ്പൈസസും തേങ്ങ വറുത്തതിൻ്റെ രുചിക്കൂട്ടൊക്കെ കൂടിയായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ അടുത്ത ഒരു ഓണവിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.